ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. പെരുന്നാളായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാനും കുഞ്ഞോടും ഉമ്മയൊക്കെ മാറ്റി ഒരുങ്ങി. ഇനി നമുക്ക് കിടുവിൻ്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ കിടുവിൻ്റെ വീട്ടിലെത്തി. ജുബി മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പെരുന്നാളായിട്ട് ഫസ്റ്റ് നമ്മൾ വന്നത് ഇവരുടെ അടുത്തേക്കാണ്. അപ്പം മക്കൾ രണ്ടാളും കുറച്ച് നേരം കളിക്കുന്നുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. കിടുവായിരുന്നു കേട്ടോ മെയിൻ ഷെഫ്. അപ്പോഴത്തേക്കും ജുബീൻ്റെ ഫാമിലിയും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നത് കേട്ടോ. നമ്മളെ കൂടെ ഫാരിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. കിടു ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ. ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, സാലഡ് ഉണ്ട്, ബീഫ് വേറെ ഉണ്ട്. ബിരിയാണി കഴിച്ചോ? എന്താ ബിരിയാണിനെ പറ്റി പറയാല്ലേ? അടിപൊളി ഉഗ്രം ബിരിയാണി. എൻ്റെ ഫ്രണ്ട് കിടുണ്ടാക്കിയ ബിരിയാണിയാണ്. അതുകൊണ്ട് അത് നല്ല കിഡിലെന്നിരുന്നു കേട്ടോ. പിന്നെ സെപ്പറേറ്റ് കോഴിയൊക്കെ പൊരിച്ച് വെച്ച് പൊളിയായിരുന്നു. പിന്നെ നെയ്യപ്പവും പിന്നെ ബീഫും അതും പൊളി അടിച്ചിട്ടേ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിങ്ങനെ ഇരിക്കുക. ഉറക്കം വരുന്നുണ്ട് ഇപ്പോൾ. എന്താ പെരുന്നാളിനെ പറ്റി പറയാല്ലേ? പെരുന്നാളിനെ പറ്റി പൊളി അല്ലാണ്ട്. എനിക്ക് പെരുന്നാളിനെ പറ്റി പറയാനുള്ളത് ഇന്ന് ഇറച്ചി കിട്ടും, ഒളിയത്തിറച്ചി കിട്ടും. കിടുവിൻ്റെ അടുത്ത് പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് തന്നെയാണ് വന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ട്. അമ്മ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഷാറല്ലേ? നമ്മൾ അളിയൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുബാറക്. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മളെ വീട്ടിലും ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് വാഗേരിക്ക് പോകണം. ഉമ്മയൊക്കെ അവിടെയാണ്. അവിടെ പോയാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് വരും. അപ്പോൾ ഒരു രസമാണ്. ഒറ്റയടിക്ക് എല്ലാവരെയും കാണുകയും ചെയ്യാം. പിന്നെ ഉമ്മൻ്റെ 4 ആങ്ങളമാരെ വീടും അടുത്തടുത്തായതുകൊണ്ട് എല്ലാവരുടെയും പോയി വരാം. നമ്മൾ പോകുന്നത് ഈവനിങ് ആണ്. നമുക്ക് ഒളിയത്തിറച്ചിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് പോകുന്ന വഴി പെട്രോൾ പമ്പ് കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട്. ഇനി പെട്രോൾ അടിച്ചിട്ട് പോകണം. നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് സിസിയിലേക്ക് പോകുന്ന വഴി അപ്പാടെത്തുന്നതിന് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആണ് കേട്ടോ ഈ സ്ഥലം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിന്നു പോകും. അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വാഗേരി എത്തി. ആദ്യം തന്നെ സ്മാൾ മാമൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ മാമൻ്റെ ഒപ്പം തന്നെ ചായ കുടിച്ചിട്ടോ. നല്ല നെയ്യപ്പവും ബീഫും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാനും ജാഷിക്കും എല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ. നെയ്യപ്പവും ബീഫും പാൽ ചായയൊക്കെ കഴിച്ചു. അടുത്ത വീട്ടിലേക്ക് ഇറങ്ങണം. അപ്പോൾ അധികം നേരമൊന്നും അവിടെ ഇരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ താഴെ നാസർ മാമൻ്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓരോ സ്ഥലത്ത് പോകാൻ ഇറങ്ങിയതാണ്. അതായത് വൈകുന്നേരമാണല്ലോ എല്ലാവരുടെയും പോകാൻ പറ്റുക. അങ്ങനെ ഓരും കൂടെ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെയും കയറി അടുത്ത മാമൻ്റെ വീട്ടിലേക്ക് പോകണം. അതിന് മുന്നേ തന്നെ എല്ലാവരെയും കണ്ടു. പിന്നെ നമ്മൾ അസിമാമൻ്റെ വീട്ടിലേക്ക് കയറി കേട്ടോ. അവിടെ ആഷിക്കാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഉണ്ണിയപ്പവും പായസമൊക്കെ കുടിച്ചു. താഴെ പുൽപ്പള്ളിയിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. അപ്പോൾ ഓരൊക്കെ കണ്ടതിന് ശേഷമാണ് മേലേക്ക് മേമൻ്റെ അടുത്തേക്ക് കയറുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് ഫുള്ള് ചിക്കൻ ബിരിയാണിയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പോകാൻ ഇറങ്ങണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.